രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് കാലിക്കടവിൽ നിർവഹിക്കും. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം ക്ഷണിക്കപ്പെട്ട 600 വ്യക്തികളെ മുഖ്യമന്ത്രി കാണും. വാർഷികാഘോഷം ധൂർത്ത് എന്ന പ്രതിപക്ഷ ആരോപണം മന്ത്രിമാർ തള്ളി. അരുൺ പാറയ്ക്കൽ കാലിക്കടവിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, 4ാം വാർഷികാഘോഷത്തിന് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നു. മുഖ്യമന്ത്രി അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ചടങ്ങുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? വിവാദങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇത് ധൂർത്താണ് എന്ന വിമർശനം പ്രതിപക്ഷം അതിശക്തമായി ഉയർത്തുന്ന പശ്ചാത്തലവുമുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടികൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു. വിവരങ്ങൾ എന്താണ് അരുൺ പാറയ്ക്കൽ? കാലിക്കടവിലെ മൈതാനത്ത് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനമാണ് ആദ്യം മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രി ഈ പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകളെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ ആ പൊതുവേദിയിലേക്ക്, ഉദ്ഘാടന വേദിയിലേക്ക്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ പൊതുവേദിയിലേക്ക് മുഖ്യമന്ത്രി പോവുകയാണ്. 9 വർഷത്തെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ എണ്ണി ചൂണ്ടിക്കാണിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ ആരോപണങ്ങൾ പ്രധാനമായും അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ വാർഷികാഘോഷം അടുത്ത മാസം 30 വരെയാണ്. വിവിധ ജില്ലകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുണ്ട്. കാസർഗോട്ടാണ് ആ പരിപാടിക്ക് തുടക്കമാകാൻ പോകുന്നത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനം ഇത് ധൂർത്താണ്, സർക്കാരിൻ്റെ ധൂർത്താണ് എന്ന വിമർശനമാണ്. അതിന് സർക്കാർ മറുപടിയും നൽകുന്നുണ്ട്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള, അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണ്. അരുൺ പൂപ്പറമ്പ കാലിക്കടവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, അരുൺ പൂപ്പറമ്പ. റിജിത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം വിപുലമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം കാസർഗോഡ് ഈ കാലിക്കടവിലെ ഈ പ്രത്യേകം സജ്ജീകരിച്ച ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കഴിഞ്ഞു. നിലവിലിപ്പോൾ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ പ്രദർശന മേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിപുലമായ ആഘോഷ പരിപാടികളാണ് എന്തായാലും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പ്രദർശന വിപണന മേളകളുണ്ട്, വിവിധ വകുപ്പുകളുടെ പ്രദർശനമുണ്ട്. അതിൽ 9 വർഷത്തെ സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നേട്ടങ്ങളൊക്കെ ആ പ്രദർശനത്തിൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കും. അതോടൊപ്പം വിപണന മേളയും സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ അത് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ജില്ലയിലെയും 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന പ്രത്യേക യോഗം, അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ യുവജനങ്ങൾ, ഈ സർക്കാരിൻ്റെ ഗുണഭോക്തരായിട്ടുള്ളവർ, പ്രവാസികൾ, വ്യവസായികൾ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം പേർ പങ്കെടുക്കുന്ന, അവരോട് സംവദിക്കുന്ന ഈ പ്രത്യേക യോഗങ്ങൾ ഓരോ ജില്ലയിലും നിശ്ചയിച്ചിട്ടുണ്ട്. മേഖലാ യോഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ പരിപാടികളാണ് ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത് ധൂർത്താണ് എന്ന വിമർശനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. അതിൽ മന്ത്രിമാർ, നേരത്തെ മുഴുവൻ മന്ത്രിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് മന്ത്രി കെ രാജൻ നമ്മോട് പ്രതികരിച്ചത്. അതിനെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഇത്തരം വാർഷികാഘോഷം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി ഈ പരിപാടിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കും. ഇപ്പോൾ ഈ പ്രദർശന മേള ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് വരികയാണ്. മുഴുവൻ മന്ത്രിമാരുടെയും സാന്നിധ്യമുണ്ട്. മന്ത്രി കെ രാജൻ, മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അവിടെയുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘവും എന്തായാലും ഈ പരിപാടിയിൽ, വലിയ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥ സംഘവും ഈ പരിപാടിയിൽ
പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. മന്ത്രിമാരെല്ലാം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ പരിപാടിക്ക് ശേഷം 10 മണിക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചത്. ഈ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം 11 മണിക്ക് തൊട്ടടുത്തുള്ള ബേക്കൽ ക്ലബ്ബിൽ വച്ചാണ് ഈ കാസർഗോഡ് ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 600ഓളം പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിക്കുക. ആ പരിപാടി 11 മണിക്കാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തന്നെ LDFിൻ്റെ റാലിയും ഈ കാഞ്ഞങ്ങാട് വെച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും രാഷ്ട്രീയമായ പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി LDFിൻ്റെ റാലിയിലായിരിക്കും രാഷ്ട്രീയമായ മറുപടി നൽകുക എന്നതാണ് നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാലിക്കടവ് മൈതാനത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നു. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം സംസാരിക്കും. ഈ പരിപാടി ധൂർത്താണ്, ഈ വാർഷികാഘോഷം തന്നെ ധൂർത്താണ് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഒരുപാട് മനുഷ്യരുടെ കണ്ണീരിൽ ചവിട്ടിക്കൊണ്ടാണ് സർക്കാർ ഈ ആഘോഷ പരിപാടി നടത്തുന്നത് എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒരു ഭാഗത്തുണ്ട്. അതിൽ അവർ ആശാ വർക്കേഴ്സിന്റെ സമരം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും ഒടുവിലായുണ്ടായ CPO വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനോടൊക്കെ മുഖം തിരിച്ച സർക്കാരിന്, അടിസ്ഥാന വർഗത്തെ അവഗണിച്ച സർക്കാരിന് 4ാം വാർഷികം ആഘോഷിക്കാൻ എന്ത് യോഗ്യത എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതിനും ഒരുപക്ഷേ വേദിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 9 വർഷത്തെ വികസന നേട്ടങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിലെയും അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ രണ്ടാം പിണറായി സർക്കാരിലെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് 4ാം വാർഷികാഘോഷത്തിലേക്ക്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. വിവിധ പരിപാടികൾ അതിൻ്റെ ഭാഗമായി വിവിധ ജില്ലകളിലായി തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത്. മന്ത്രിമാർ അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. ഉദ്ഘാടനത്തിന് ശേഷം ക്ഷണിക്കപ്പെട്ട 600 വ്യക്തികളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വാർഷികാഘോഷം ധൂർത്താണ് എന്ന വിമർശനത്തെ സർക്കാർ തള്ളുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാരുടെ മറുപടി, ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ അത് പാലിച്ചതിന് ശേഷം സംതൃപ്തിയോടുകൂടി വാർഷികാഘോഷത്തിലേക്ക് കടക്കുകയാണ് എന്ന പ്രതികരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തുനിന്നൊക്കെ നമ്മൾ കേട്ടത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ വിമർശനം അവിടെ നിലനിൽക്കുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇതിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ഇത് ധൂർത്താണ് എന്നുള്ളതാണ്. അതിന് തന്നെ ധൂർത്താണ് എന്നുള്ളത് മാത്രമല്ല, ഈ അടിസ്ഥാന വർഗ്ഗങ്ങളോട് സർക്കാർ നിരന്തരമായി മുഖം തിരിക്കുന്നു എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നതാണ്. അതിൽ തന്നെ ആശാ വർക്കേഴ്സിൻ്റെ സമരവും വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രതിഷേധവുമൊക്കെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരാത്ത, ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത സർക്കാരിന് വാർഷികാഘോഷം നടത്താൻ എന്ത് യോഗ്യത എന്നുള്ളതാണ് അവരുടെ വിമർശനം.